Good afternoon, sir. Shubha, good afternoon. Good afternoon, sir. Minnu, good afternoon. Okay, let us start. Rajalakshmi. Good afternoon, sir. Yes, Alaga, good afternoon. Shubha, now start hello. Start it. Yes, Yes. sir. Prayer no. ഉണ്ട് sir. Start ചെയ്തോട്ടെ. Prayer ഉണ്ട് sir. Okay, continue. Dear God, as we gather here today, we seek guidance, wisdom, and strength. May our pursuit of knowledge and understanding be illuminated by your presence. Grant us the courage to face challenges, the resilience to overcome obstacles, and the compassion to support one another. May our time in college be a journey of growth, discovery, and transformation. Amen. Thank you, sir. Very good, very good, very good. Yes. Any thought of the day? Yes. Sliding on. Yes. Abhishek. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായിട്ടുള്ള ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തില് നമ്മൾ രണ്ട് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ രണ്ട് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ് നിർത്തിയത്. അപ്പൊ അതിന്റെ സ്ട്രക്ചറിന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അത് കാണിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതാണ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് അതിന്റെ പാസ്റ്റ് ടെൻസ്. ഐ ലൈക്ഡ്, ഐ യൂസ്ഡ്, ദേ റെഡ് എന്നൊക്കെ പറയുന്ന പോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് കഴിഞ്ഞുപോയ സംഭവം, കഴിഞ്ഞുപോയ സംഭവം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ 1:35 1:35 തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാരും പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഐ ടുക്ക് ബാത്ത് അറ്റ് 8 o'clock. 8 മണിക്ക് ഞാൻ കുളിച്ചു. ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 o'clock.
9 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും അത് ഇന്ന് സംഭവിച്ചാവുന്നില്ല. ഇന്നലത്തെ പറയാം, ഇന്നലത്തെ പറയാം, കഴിഞ്ഞ വർഷത്തെ പറയാം. കഴിഞ്ഞ മാസം നിങ്ങൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുത്തു. നിങ്ങൾ പറയാം, I attended a birthday function last month. I gave a present. ഞാനൊരു പ്രസന്റ് കൊടുത്തു. I ate biryani from there. അവിടെ ഞാൻ ബിരിയാണി കഴിച്ചു. യെസ്, അങ്ങനെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് പറയുന്നത് മുഴുവനും സിമ്പിൾ പാസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ ഏതെങ്കിലും 5 കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഞാൻ ചെയ്തത് പറയണോ? ഇപ്പൊ അതായത് ഈ 1:37 മുമ്പ് ചെയ്ത എന്ത് കാര്യം സിമ്പിൾ പാസ്റ്റ് ആണ്. I eat a rice. The rice. ഓക്കെ അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വേണം. I ate I ate rice and curry. ചോറും കറിയും കഴിച്ചു. കേട്ടോ, ഞാനൊന്ന് മോഡിഫൈ ചെയ്താണ്. പിന്നെ I sang a song. I sang a song. Correct ആണ്. Very good. I visited the temple. I visited in the morning. In the morning. Correct ആണ്. I visited the temple in the morning. Correct ആണ്. പിന്നെ I gave food my husband. I gave food to my husband. Correct ആണ്. ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ I served എന്നും പറയാം. ഗേവ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്യാം? Served. I served food to my husband അല്ലെങ്കിൽ food to my family. I cooked delicious food in the morning. Very good. Okay, Minu. Very good. I cooked delicious food in the morning. Very good. Yes. Delicious ആണ് ശുഭ പറഞ്ഞാൽ അല്ല മിന്നു പറയാൻ പോലെ വീട്ടിലോട് ഞങ്ങൾ ചോദിക്കട്ടെ. ശുഭ ചെയ്ത 5 കാര്യം കഴിഞ്ഞ ആഴ്ച ചെയ്തായാലും എന്ന് പറഞ്ഞു. I met my friend last week. Correct. Very good. I saw that movie last summer. I saw the movie last summer. Correct. My friend called me last night. Very good. Clean and Shubha. I finished my project 2 days ago. Very good. I finished my project 2 days ago. Very good. We traveled to my mummy's house. We traveled to my mummy's house. We visited our mummy. Yes. Okay. Very good. Okay, Shubha. Rajalashmi. Yes. How are you, Rajalashmi? Fine, sir. Very good. Okay. For you, Rajalashmi. 5 കാര്യങ്ങൾ simple past tense. I ate lunch at 12:45 a.m. PM. Thank you. Yes. Okay. I sent my daughter to school. In the morning. I sent my daughter to school in the morning. I cleaned my house in morning. Yes. I cleaned my house in the morning. Yes. Okay. Very good. Okay. ഇപ്പൊ പിടികിട്ടിയല്ലോ. സബ്ജക്ട് എഴുതുക, വെർബ് എഴുതുക. ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ല. ഇനി മൂന്നാമത്തെ സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE സിമ്പിൾ, FUTURE ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ S പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് S പ്ലസ് will or shall. will എഴുതുക, ഒരു ഹൈഫൻ ഇട്ടിട്ട് shall. will or shall
പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ ബി നേട്ടാൽ മതി. പ്ലസ് ബി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് നിന്ന് പ്രസന്റ് ടെൻസ്. ഓക്കെ, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കേൾക്കുക ഒരു മിനിറ്റ്. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക. ആ വെർബിന്റെ പ്രസന്റ് ടെൻസും എഴുതി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന വാചകങ്ങളെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ്. എന്താണ് ഐ സബ്ജക്റ്റ്, ഇല്ല അല്ലെങ്കിൽ ഷാലില്ല, വില്ലുണ്ട്. ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ്. യെസ്, വേറെ നമുക്ക് പറയാം. വി ഷാൽ കണ്ടിന്യൂ അവർ മോണ്ടിസോറി ക്ലാസ്. വി ഷാൽ, വി കഴിഞ്ഞ് ഷാൽ വെച്ച് വി വില്ലും പറയാട്ടോ. വി ഷാൽ കണ്ടിന്യൂ പ്രസന്റ് ഓഫ് ദ വെർബ് അവർ മോണ്ടിസോറി ക്ലാസ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ്, ഇല്ലല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ്. അപ്പൊ ഇത് അർത്ഥമാക്കുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സിമ്പിൾ പ്രസന്റ് ഇപ്പോ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയത്, സിമ്പിൾ ഫ്യൂച്ചറോ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. യെസ്, എനിക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ ഗോ ടു മദ്രാസ് ടുമാറോ. നാളെ ഞാൻ മദ്രാസിലേക്ക് പോകും. ഇന്നലെ ഞാൻ പോകുമെന്ന് പറയരുത്, കാരണം ഇതൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളാണ്. യെസ്, ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ. ആ തീരുമാനങ്ങളൊക്കെ നമുക്ക് ഈ വില്ല് വെച്ച് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം. എനിക്ക് ഞാൻ നല്ലൊരു മോണ്ടിസോറി ടീച്ചറാകും. ഐ വിൽ ബിക്കം ആൻ എഫിഷ്യന്റ് മോണ്ടിസോറി ടീച്ചർ. ഓർ ഐ വിൽ ബിക്കം എ ഗുഡ് മോണ്ടിസോറി ടീച്ചർ. നല്ലൊരു മോണ്ടിസോറി ടീച്ചറാകും. യെസ്, വേണമെങ്കിൽ നമുക്ക് പറയാം നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പറയാം ടുമാറോ ഐ വിൽ കുക്ക് ബിരിയാണി, അല്ലെങ്കിൽ ഐ വിൽ കുക്ക് ബിരിയാണി ടുമാറോ. യെസ്, അപ്പൊ ഭാവിയിൽ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്നത്. എന്നാ കുര്യൻ, how are you, Anna? യെസ്, അന്ന ഭാവിയിൽ ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കുറെ ഐറ്റംസ് ഇല്ല. ചെയ്യാതിരിക്കുകയൊക്കെ ആവട്ടെ, എന്നാലും ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുന്നത് 5 ഐറ്റംസ് ആയിരുന്നു. പുറത്തേക്കെടുത്ത് പുറത്ത് പറയാൻ പറ്റുന്ന 5 ഐറ്റംസ് എടുത്ത് യെസ്. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മള് ഉറപ്പായിട്ടും ചെയ്യണ കാര്യത്തിനല്ലേ വില്ല് ചേർക്കുക? അത് അങ്ങനെയുണ്ടോ? അങ്ങനെയാണ്. വിൽനെസ് ആണ്, വിൽനെസ്. പിന്നെ ഷാല് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ബി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും മാത്രം ഷാല് വരും. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ബി സബ്ജക്റ്റ് ആയിട്ട് ഐ ഷാൽ, ബി ഷാൽ. നമ്മളെ പിന്നെ ഈ വോളിബോളിന് പോലെ കളി കണ്ടിട്ടുണ്ടോ? വോളിബോൾ കണ്ടിട്ടില്ല? ഒരു നെറ്റ് കെട്ടിയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറവും 6 പേര് കളിക്കുന്ന കളി കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബോൾ വരുമ്പോ ചിലപ്പോ 2 പേര് ഒരു ഓടി വരും. അപ്പൊ 2 പേര് ശ്രമിച്ചാൽ ആർക്കും ബോൾ കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരാള് ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ്. അത്രയും പറയില്ല, ഐ ഷാൽ എന്ന് മാത്രം പറയുള്ളൂ, ഐ ഷാൽ. അപ്പൊ ഐ ഷാൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റില്ല. ഐയുടെ കൂടെ ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്, അതിന്റെ കൂടെയാണ് ഷാൽ വര. ഐയുടെ പ്ലൂറലാണ് ബി, ബിയുടെ കൂടെ ഷാൽ. പിന്നെ ഇത് വേറെയും കുറെ ഉപയോഗങ്ങളുണ്ട്. ഇപ്പോ കുറെ പേരൊക്കെ കൂടി ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മിന്നോട്ട് പോവുകയാണ്. അപ്പൊ ഷാലേക്ക് പോയിക്കോട്ടെ,
ഷാൽ ഐ ഗോ, അതൊരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇവിടെ ഞാൻ വിൽ ഓർ ഷാൽ എന്നാണ് പറഞ്ഞുള്ളൂ. വിൽ ഓർ ഷാൽ കൂടാതെ ക്യാൻ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം, മേൻ ഉപയോഗിക്കാം, വിൽ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, ഈ വാക്കുകൾ നമുക്കിവിടെ ഉപയോഗിക്കാം ഇതേ സ്ഥലത്ത്. ഇപ്പൊ ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൽ ഓർ ഷാൽ മാത്രം പറഞ്ഞത്. അന്ന പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സമയം കിട്ടിയല്ലോ. ഞാനോട് 5 ഐറ്റംസ് പറഞ്ഞ I shall buy a car. I shall Buy a car. I shall buy a car. Yes. Okay. പിന്നെ ഒരു വീട് ഉണ്ടാക്കട്ടെ നമുക്ക്. ആ അതൊക്കെ പറ. യെസ്, അപ്പൊ നമുക്കത് പറയാം. ഐ വിൽ ബിൽഡ്, ഐ ഷാൽ ബിൽഡ് ഹൗസ്. നമ്മൾ നിർമ്മിക്കുന്നല്ല, ഐ ഷാൽ ബിൽഡ് ഓൺ ഹൗസ് എന്ന് പറയാം. OW, സ്വന്തമായിട്ട് ഞാൻ വീട് ഉണ്ടാക്കും. ഓൺ ഹൗസ്. പിന്നെ നമുക്കൊരു ജോലി വേണ്ടേ? അപ്പൊ അത് പറയും, ഞാനൊരു ജോലി ഉറപ്പാക്കും. I will secure secure a job. I will secure a job. പിന്നെ നമുക്കൊരു ആഗ്രഹമില്ലേ, സാമ്പത്തികമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ആഗ്രഹമില്ലേ ഉള്ളിൽ? അല്ലോ യെസ്. അപ്പൊ പറയോ, ഞാൻ സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകും. I shall become independent. I shall become financially independent. ഞാൻ ഫിനാൻഷ്യലി എന്താവും? ഇൻഡിപെൻഡന്റ് ആവും. ഇത്രയൊക്കെ ആയി കഴിയുമ്പോ പാവപ്പെട്ടവരെ സഹായിക്കണം തോന്നുന്നു വരൂടെ? ഇതൊക്കെ ആയില്ല. അപ്പൊ സഹായിക്കും. അവര് പറഞ്ഞ എന്ന് പറയും, ഇംഗ്ലീഷിൽ പറ. സഹായിച്ചോ? എനിക്ക് നെക്സ്റ്റ് സ്ലോ ആയിട്ട് കേൾക്കണമായിരുന്നു. I will help poor people. I will help poor people. Very good, very good, very good. Okay, Anna, very good. അപ്പൊ അന്ന പറഞ്ഞത് കേട്ടല്ലോ മഞ്ജു? മഞ്ജുവിന്റെ ഒരു പൂർത്തീകരിക്കാൻ വെച്ചിരിക്കുന്നത് 5 ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. Yes, sir. Yes. I will start a Montessori school. Yes, very good. I will start a Montessori school. അപ്പൊ നിങ്ങൾ എല്ലാവരും ടീച്ചർ ആയിക്കോട്ടെ. ഹസീനെ, ബിജി, സുധിതൊക്കെ അധ്യാപികമാരാവും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. We will give job opportunity to some efficient teachers. Yes, I will give job opportunity to efficient teachers. Very good. ആരും പറയാത്ത കാര്യങ്ങളാണ് മഞ്ജു പറഞ്ഞത്. ഓക്കെ, കണ്ടിന്യൂ. I will സമൂഹത്തിൽ പടർത്തുക എന്നുള്ളത്. Spread this Montessori system to in the society. Yes. Okay. I will extend or spread the Montessori system in the society. Okay. Very good, very good. Again, പറഞ്ഞോളൂ. അപ്പൊ മഞ്ജുവിന്റെ ആഗ്രഹങ്ങളൊക്കെ വെറൈറ്റി ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. I will become a Montessori teacher എന്നാ പറഞ്ഞത്. ഇതല്ല പറഞ്ഞത്. I will start a Montessori school. കാര്യം എന്റെ ഏജ് ഇനി സ്കൂളിൽ പഠിപ്പിക്കാനൊന്നും വെള്ളമല്ല. ഓക്കെ സർ. Then make a good cognitive development ഉള്ള കുട്ടികൾ, അതായത് ചിന്താശേഷി കൂടിയ കുട്ടികളെ ഇതിലൂടെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളത്. I will raise the IQ level of the student. Okay, sir. Yes, I will start the spark for this process. Yes, very good. Okay, sir. Okay, very good, very good. Very good, very good. കാരണം മഞ്ജു, വെരി ഗുഡ്, വെരി ഗുഡ്. മഞ്ജുവിന്റെ ഐഡിയാസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ആരും പറയാത്ത, എന്താ പറയാ,
ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ കടന്നു പോകുന്നു. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന പോലെ ആരും പോകാത്ത വഴിയിലൂടെയാണ് ആരും പോകുന്നത്, മഞ്ജു പോണത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സുബിത, Sir, സുബിത ആഗ്രഹങ്ങൾ പറയും. ഭാവിയിലേക്ക് സുബിത കരുതി വെച്ചിരിക്കുന്ന I will take care of my family. ടേക്ക് കെയർ ഓഫ് മൈ. Family. യെസ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. ഞാൻ എന്റെ ഫാമിലിയെ സംരക്ഷിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. We shall go a picnic. We shall go a picnic. Yes, correct. I will give support to my children. Yes, I will give support to my children. Very good, very good. I will become a millionaire. Oh, I will become a millionaire. Very good, very good, very good. Yes. I will lead a pleasant life. Okay. I will lead a pleasant life. Very good. That's all. Okay. Yes, very good, very good, very good. സുബിതയുടെ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് പറ്റൂ. കാരണം ഒരാളിങ്ങനെ ഇറക്കിയിട്ട് ചെയ്യേണ്ട അടുത്ത അളവ് പിടിച്ചെടുത്ത് കയറുന്നു. യെസ്. ഓക്കെ 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 ഓക്കെ. ലിജി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അവസരത്തിന്റെ അടുത്തിലോട്ട് വരാം. പറയൂ ലിജി. ലിജിയുടെ ആഗ്രഹങ്ങൾ പറയും. ലിജി പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആക്കൂ. ലിജിക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് പിടി കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് വില്ല് അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റേഴ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഒരു ഭാവി കാലത്തെയാണ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോ 3 എണ്ണം പഠിച്ചു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് മനസ്സിലാക്കുക. കാരണം ഇനി ഇവിടുന്ന് അങ്ങനെ വേണ്ടി വരും. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. ഓക്കെ ഓക്കെ ലിജി, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ 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 കുഴപ്പമില്ല. നിങ്ങൾ വിചാരിച്ചു അത്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വീട്ടിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റൻസ്. നാലാമത്തെ പ്രസന്റ് കണ്ടിന്യൂവസ്. PRESENT പ്രസന്റ് കണ്ടിന്യൂവസ്. CONTINUOUS. പ്രസന്റ് കണ്ടിന്യൂവസ്. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂവസ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതിക്കോ. എസ് പ്ലസ് ഈസ്, പിന്നെ ഒരു സ്ലാഷ്, ഒരു വര. ഈസ്, അതായത് ആം, ആം. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ്, ഒരു വര. അത് കഴിഞ്ഞിട്ട് ARE, ആർ പ്ലസ് ബി, വെർബ് എന്നുള്ള ഷോർട്ട് ഫോം ബി, പ്ലസ് ING. അപ്പൊ ഞാനൊരു പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് കഴിഞ്ഞ് ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ING. ഇത്രയുമാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ. അപ്പോ ഈസ് ഏതിന്റെ കൂടെ വരും, ആം ഏതിന്റെ കൂടെ വരും, ആർ ഏതിന്റെ കൂടെ വരും, ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഈസ് ഏതിന്റെ കൂടെ വരും, ഒരെണ്ണം ഉള്ളെങ്കിൽ ഷീ ഈസ്, ഹി ഈസ്, ഇറ്റ് ഈസ്, സിംഗുലർ ആയിട്ടുള്ളത് ഒരെണ്ണം വരുന്നതിനൊക്കെ ഈസ് വരും. ഐയുടെ കൂടെ മാത്രം എന്ത് വരും, ആം വരും. അയാൾ. ഇനി
ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ 6 വരും. ഏതൊക്കെ? they are, we are, you are, പിന്നെ പ്ലൂറൽ ഒന്നിൽ കൂടുതൽ ബോയ്സ്. ബോയ്സ് എന്ന് പറയുമ്പോൾ 6 വരും. ബോയ് എന്നാണെങ്കിൽ ഈസ് വരും. യെസ്, ഓർത്തിരിക്കും. അപ്പൊ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ 6, വെർബ് പ്ലസ് ing. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോന്നിനും ഒരു അർത്ഥം പറഞ്ഞു പോയല്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോ ലിജിയോട് പറയുകയാണ് ആ അന്നനെ ഒന്ന് വിളിച്ച്. അപ്പൊ ലിജി അന്നനെ വിളിക്കാൻ പോയി. അവിടെ അന്നനെയും കൂട്ടി വരികയാണ്. അന്ന പുറകിലും ലിജി മുമ്പിലുമായിട്ട് വരികയാണ്. അപ്പൊ ഞാൻ ലിജിയോട് ചോദിക്കും, ലിജി അന്ന എവിടെ? അപ്പൊ പറയും അന്ന ഈസ് കമ്മിങ്. അന്ന വരുന്നുണ്ട്. അല്ല, അന്ന ഈസ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആരല്ലേ ഈസ്, ഒരാളല്ല അന്ന. അന്ന ഈസ് കം ഇവിടെ ഈച്ച് കമ്മിങ്. അന്ന ഈസ് കമ്മിങ്. ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ആം സ്റ്റഡിയിങ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമില്ലേ. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം മൈ മദർ ഈസ് കുക്കിംഗ് ഫുഡ്. അമ്മ ഭക്ഷണം പാകം ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈ മദർ ഈസ് സ്ലീപ്പിംഗ്. മൈ മദർ ഈസ് സ്ലീപ്പിംഗ്. ഇപ്പൊ എന്താണോ നടന്നുകൊണ്ടിരുന്നത്, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ റിവൈൻഡ് ചെയ്യണം. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പതിവായിട്ട് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞത്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പോകുന്നത്, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് പറയാം ഐ ആം ടീച്ചിങ് മോണ്ടിസോറി ഇംഗ്ലീഷ് ടു മോണ്ടിസോറി 12 ബാച്ച്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. യെസ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മിന്നു സുരേഷ്, Yes, sir. ഇതിനു മുമ്പൊക്കെ ഞാൻ വെർബ് എഴുതി കഴിഞ്ഞപ്പോ അതിന്റെ ബ്രാക്കറ്റില് ഏത് ടെൻസ് ആണെന്ന് ഞാൻ എഴുതിയത്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഞാൻ ടെൻസ് എഴുതിയില്ല. എന്നാലും അവിടെ ഏതായിരിക്കും ടെൻസ്? വെർബിന്റെ ഫസ്റ്റ് ഫോം. വെരി ഗുഡ്. കാരണം എന്താണ്? ing എപ്പോഴും വന്നത് പ്രസന്റ് കൂടെ വരുള്ളൂ. ദേ ആർ ലുക്കിംഗ് എന്ന് പറയും, ദേ ആർ ലുക്കിഡിങ് എന്ന് പറയൂ ഇല്ല. അപ്പോ ing ഫോം എപ്പോഴും എന്തിനെ കൂടി വരുള്ളൂ? പ്രസന്റ് ടെൻസിനെ കൂടി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെർബിന്റെ ടെൻസ് പറയാതിരുന്നത്. മിന്നു ഇതുപോലെ മിന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു 5 ഐറ്റംസ് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു. ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുക. മൈ നെയ്ബർ ഈസ് വാക്കിംഗ് പറയാം. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അവിടെ നോക്കുമ്പോൾ അല്ല, അപ്പ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പിന്നെ കറക്റ്റ് ആണ്. ദ ചിൽഡ്രൻ ആർ വാച്ചിങ് TV. യെസ്, വീട്ടിൽ കുട്ടികളുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നു? ദ ചിൽഡ്രൻ ആർ വാച്ചിങ് TV. വെരി ഗുഡ്. The baby is sleeping peacefully. Oh, very good, very good, very good. Baby is sleeping peacefully. They are eating lunch now. They are eating lunch now. കുറച്ച് പേരുടെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഓട്ടോടി പറഞ്ഞു. I am talking to my English teacher. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, ലൈവ് എക്സാമ്പിളാണ് വിളിച്ചത്. ഞാൻ വിചാരിച്ചത് ഐ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടാ. ഞാൻ വിചാരിച്ചതാണ് ഐ ആം അറ്റൻഡിങ് മോണ്ടിസോറി ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയാൻ പോവുകയാണെന്ന് വിചാരിച്ചത്. ഓക്കെ മിന്നു, ഓക്കെ ഓക്കെ. ഐ അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. ഇതായിരിക്കണം പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ശുഭ അവിടെ നോക്കുമ്പോൾ കാണുന്നത് 5 ഐറ്റംസ് പറഞ്ഞു. The baby is sleeping in the crib. എന്തോ? The baby is sleeping in the crib. Yes, baby is sleeping. Okay. The cat is chasing a mouse. Oh, very good. The cat is chasing a mouse. I am suffering from headache. I am suffering from headache. Correct. Very good, very good.
I am learning English class. Yes. I am learning English. Okay. The dog is barking. Yes. Very good. Very good. Okay, Shiva. Very good. Live example. Or subject in Marikonda. Dog is barking. I am learning English. Easy. Ami. Ari. Marikonda. Yes. Yes. Rajlashmi. Sir, പറഞ്ഞോളൂ രാജലക്ഷ്മി കാണുന്ന കുറച്ച് ഐറ്റംസ് my husband and son are sleeping now. അപ്പൊ അതിന്റെ അകത്ത് സംഗതി കറക്റ്റ് ആണ്. ഒരു ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറിലോ ഒന്നും ചേർത്തില്ല. മൈ ഹസ്ബൻഡ് ആൻഡ് സൺ ആർ സ്ലീപ്പിംഗ് രണ്ടുപേരില്ലേ. മൈ ഹസ്ബൻഡ് മാത്രം ഉണ്ടെങ്കിൽ മൈ ഹസ്ബൻഡ് ഈ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഹസ്ബൻഡ് ഉണ്ട് കൊച്ചുണ്ട് രണ്ടുപേരോടൊപ്പം പ്ലൂറിൽ പറയാം. മൈ ഹസ്ബൻഡ് ആൻഡ് ചൈൽഡ് ആർ സ്ലീപ്പിംഗ്. ഓക്കെ, അടുത്തത്. I am attending Montessori class. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ആം അറ്റൻഡിങ് മോണ്ടിസോറി ക്ലാസ്. പിന്നെ We are working in a post office. we are working in a post office. Very good, very good. Varun is coming to our home. Varun is coming to our home. Varun is coming to our home. Very good, correct. അത്രേ എഴുതിയുള്ളൂ സാറേ. Very good, very good, very good, very good. Okay, Rajlashmi, Anna Kurian. Yes, sir. Live example of you. I am listening talks of class. Yes. I am listening talks of class. So very good, very good, very good. Yes. I am writing notes now. Yes, very good. We are attending the class. Yes. My How do you father is. My Continue. father is calling my brother. Yes, okay. Birds are making sounds. Okay, very good, very good, very good. Okay, very good. Okay. Minnu, Subha and Rajlashmi and Another Bangi പറഞ്ഞിട്ട് സുബിത. Yes, sir. ഇതിനോട് ഇതല്ല ചോദിക്കും, വേറെ കാര്യം ചോദിക്കാൻ. ഇപ്പൊ സംശയമാണ്. ഐ സബ്ജക്ട് വന്നു കഴിയുമ്പോൾ ഈസ് വരും, ആം വരും, ആറ് വരും. I am. ഈസ് വരില്ല, ആറ് വരില്ല. I am. I plus am അല്ലേ? I am അല്ലേ? I വരില്ലല്ലോ. ഉറപ്പ്. ഓക്കെ. I am മാത്രമേ ഉള്ളൂ. I plus am. ശരി, സമ്മതിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലയില് എത്രാമത്തെ അക്ഷരമായിട്ട് വരും ഐ? കൈവല്ലത് മടക്കി നോക്കിയ സുബിത. എത്രാമത്തേന്? 9. ശരി, അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു. I. The letter I is the 9th letter in alphabet. English alphabet. സംഗതി കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈസ് വന്നത്? അത് അല്ലേ? ഇത് ഐ എന്ന് പറഞ്ഞാൽ ഞാനുള്ള അർത്ഥത്തിലുള്ള ഐയെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഇതിനെ ഞാൻ ചോദിച്ചത് കേട്ടോ. ഐ ഈസ് ദ 9th ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഐ ആം ദ 9th ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഐ എന്നുള്ള ഇൻപുട്ട് നമ്മുടെ അകത്ത്. യെസ്, അതിന് നമുക്ക് വേറെ പറയാം. ഐ ഈസ് ദ ഓൺലി ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്. അങ്ങനെയും പറയാം. യെസ്, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് പറഞ്ഞതിനെ പേര് ഞാൻ പറയുന്നതാണ്. നിങ്ങളൊരു സെന്റൻസ് പറയുക. ആ സെന്റൻസിൽ 3 ബിക്കോസ് വെച്ചിട്ട് സെന്റൻസ് പറയാന്ന് കൂടെ പറഞ്ഞിട്ടില്ല എപ്പോഴേക്കും? ഇല്ലാന്നാണ് ഓർമ്മ. അപ്പൊ ഞാൻ ഇപ്പൊ അത് പറയുന്നു. നിങ്ങളൊരു സെന്റൻസ് ഒരു സെന്റൻസ് ഇടക്ക് കോമയുണ്ടോ? കുഴപ്പമില്ല. ആ ഒരു സെന്റൻസിന്റെ അകത്ത് 3 ബിക്കോസ് വേണം. ബിക്കോസ് എന്നുള്ള പേര് 3 പ്രാവശ്യം വരണം. ആ 3 ബിക്കോസും അടുത്തടുത്ത് വരെ വേണം.
കുട്ടികളെ പഠിക്കുന്ന രീതിയാണ്. യെസ്, നിങ്ങൾക്കും ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കാം. മേക്ക് എ സെന്റൻസ് വിത്ത് 3 because adjacently, അടുത്തടുത്താണ്. ആ സെന്റൻസിൽ അർത്ഥം ഉണ്ടാവണം കേട്ടോ. വെറുതെ 3 ബിക്കോസ് കൊണ്ട് കാര്യമില്ല. സെന്റൻസ് ഓർമ്മയും കിട്ടോ കുഴപ്പമില്ല. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് പാടുള്ളൂ. ആ സെന്റൻസിന് അത് 3 ബിക്കോസും വേണം. ഐ ഈസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഓർത്താണ്. ലിജിയുടെ മൈക്ക് റെഡിയായ? ലിജി കേൾക്കുന്നില്ല. യെസ്, അപ്പൊ നമുക്ക് വരാം. ആർക്കും പറയട്ടെ, കിട്ടിയോ? സാർ ഞാൻ പറയട്ടെ, ശരിയാണോ എന്നറിയില്ല കേട്ടോ. I am happy because my husband is happy because I am treating him very good. യെസ്, ഇതിനകത്ത് സംഗതി വന്നിട്ടുണ്ട്. പക്ഷെ അത് പറ്റിയെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വന്നില്ല. ഒരെണ്ണം കഴിഞ്ഞ് കുറച്ച് നീണ്ട് പിന്നെ വരാം. ഐ ആം ഹാപ്പി ബിക്കോസ്, പിന്നെ ബിക്കോസ് അല്ല, പിന്നെ ബിക്കോസ് മൈ ഹസ്ബൻഡ് ഈസ് ആവുന്നല്ലോ. അങ്ങനെ വന്നു, അടുത്തടുത്ത് വന്നില്ല എന്നൊരു കുഴപ്പം മാത്രമാണ് അതിൻ്റെ അകത്ത് വന്നത്. എങ്കിലും ശുഭ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്തില്ല. ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ശുഭ, നമുക്ക് ഇംഗ്ലീഷിലെ 2 സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ പറയുന്ന പേരാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എക്സാമ്പിൾ പറയാം. ആൻഡ് എന്ന് പറഞ്ഞ വേർഡ്, ബട്ട് എന്ന് പറയുന്ന വേർഡ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ 2 സെന്റൻസുകളെ യോജിപ്പിക്കുകയാണ്. നമുക്ക് പറയാം ഐ വെന്റ് ദെയർ ബട്ട് ഐ ഡിഡ് നോട്ട് സീ ഹിയർ. ഞാൻ അവിടെ പോയി എന്നാൽ അവളെ കണ്ടില്ല. രാമൻ ആൻഡ് സീത വെന്റ് ടു ഫോറസ്റ്റ്. രാമനും സീതയും. അപ്പൊ ഞാൻ യോജിപ്പിക്കണ ആൻഡ് ആണ്. അതുപോലുള്ളൊരു വേർഡാണ് ഈ ബിക്കോസ് എന്ന് പറയുന്നത്. ബിക്കോസ് എന്ന് പറയുമ്പോൾ ഒരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സെന്റൻസുകളെ, അത് 2 സംഭവങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഈ കൺജങ്ഷൻ ഉള്ളത്. അതിൽപ്പെട്ടൊരു വാക്കാണ് ബിക്കോസ്. ഇനി ഞാൻ പറയാൻ വേണ്ടി ശുഭ ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. 3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ 3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ശുഭ. ഒരു മിനിറ്റ് സർ. 3 ബിക്കോസ് ഉപയോഗിച്ചൊരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല ഇംഗ്ലീഷിൽ പറഞ്ഞു. നമുക്ക് കഴിയില്ല. ഓക്കെ ലിജി, സംഗതി ശരിയാണ്. പക്ഷെ ബിക്കോസ് ഒക്കെ കുറച്ച് അകലെയായി പോയി, അടുത്തടുത്ത് വന്നില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. ശുഭ, നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ശരിയാണോന്ന് അറിയിച്ചില്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. കണ്ടിന്യൂ. ഉണ്ടാക്കുക എന്നുള്ള വാക്ക് എന്താ സാർ? ഡു നോട്ട് മേക്ക് എ ഇംഗ്ലീഷ് സെന്റൻസ് വിത്ത് ദ വേർഡ് ബിക്കോസ് ഇൻ 3 times. ഞാൻ അത് ഇപ്പൊ ശുഭ പറഞ്ഞത് ഒന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയത്. വി cannot make a sentence. We cannot make a sentence. നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല വിത്ത് 3 because. കറക്റ്റ് ആയില്ലേ? We cannot make a sentence with 3 because.
3 ബിക്കോസ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. ബിക്കോസ് എന്താണ്? ഒരു കൺജങ്ഷൻ. ഇനി ശുഭ എന്ന് പറഞ്ഞു. ഇല്ലെന്ന് സർ. We cannot make a We cannot make a sentence with 3 because. Because is a conjunction. ബിക്കോസ് എങ്ങനെ വന്നു? അതൊരു കൺജങ്ഷൻ ആയിട്ട് വന്നു. അല്ല, അപ്പൊ അടുത്തടുത്ത് വന്നിട്ട് 3 ബിക്കോസ്. ശരിയാലോ. വന്നു. 3 കറക്റ്റ് ആയില്ലേ? അഡ്ജസെന്റ് ചെയ്യുന്നത് അടുത്തടുത്താണ്. അപ്പൊ ഇത് പിള്ളേരെ പഠിക്കാൻ വേണ്ടി ടീച്ചറൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ പറയണോട്ടോ, ഇത് പണ്ട് ഞങ്ങളുടെ ഒരു ജോബ് സാർ ഉണ്ടായിരുന്നു. ആ സാറ് പറഞ്ഞത് ടിപ്പാണ് എന്ന്. യെസ്. അപ്പൊ ടീച്ചർ ഭയങ്കര സംഭവം വിചാരിച്ചോളൂ. ഓക്കെ. We cannot make a sentence with 3 because is a conjunction. Okay. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ing. അതിനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ കിട്ടിയത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. യെസ്. ഇനി അടുത്തത് 5 പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. PAST പാസ്റ്റ് കണ്ടിന്യൂസ്. CONTINUOUS. പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതുക. S plus was or were. Was WS. Was ഒരു സ്ലാഷ് were. Was or were plus verb be plus ing. യെസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വെർബ് അത് എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെ ing ചെയ്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അപ്പൊ ഇവിടെ വാസും ഉണ്ട് വേറും ഉണ്ട്. രണ്ടും കൂടി ഉപയോഗിക്കരുത്, അത് നിങ്ങൾക്കറിയാം. എന്നാലും ഞാനത് ഒന്നുകൂടി വെറുതെ പറയുന്നു. വാസ് ഇതിന്റെ കൂടെ വരും, ഐയുടെ കൂടെ വാസ് വരും. ഐ വാസ്, ഷീ വാസ്, ഹി വാസ്, ഇറ്റ് വാസ്. ഐ അത് കൂടാതെ സിംഗുലർ ആയിട്ടുള്ള എല്ലാത്തിന്റെയും കൂടി വാസ് വരും. അത് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാത്തിന്റെയും കൂടെ എന്തുവരും? വേറെ വരും. യു വർ, വി വർ, there were, girls were. ഗേൾ ആണെങ്കിൽ വാസ് വരുള്ളൂ. ഗേൾസ് എന്ന് പറയുമ്പോൾ വേറെ വരും. അതാണ് വാസിന്റെ പേരിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സംഭവമല്ല, നേരത്തെ നടന്നുകൊണ്ടിരുന്ന സംഭവം. നേരത്തെ നടന്നതല്ല, നേരത്തെ നടന്നുകൊണ്ടേയിരുന്ന സംഭവം. വ്യത്യാസമുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഐ ആം വാക്കിംഗ്, ഞാൻ നടക്കുകയാകുന്നു. ഐ വാസ് വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല അർത്ഥം. അതായത് എക്സാമ്പിൾ പറയുന്നു, മിന്നു അന്ന കുര്യനെ കാണാൻ വേണ്ടിയിട്ട് അന്ന കുര്യന്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ മിന്നു ചെല്ലുമ്പോൾ അന്ന കുര്യൻ ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം മിന്നു എന്നെ കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറയണത്, ഞാൻ ഇന്നലെ അന്നയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അല്ല, മിന്നു അവിടെ ചെല്ലുമ്പോ അവിടെ തുറന്നുകൊണ്ടുന്ന വേറൊരു ആക്ഷനാണ്. യെസ്. അപ്പൊ എന്ത് പറയും? വെൻ ഐ വെന്റ് ദെയർ അന്ന വാസ് സ്ലീപ്പിംഗ്. അന്ന ചെയ്തുകൊണ്ടെങ്കിൽ ഉറങ്ങുകയായിരുന്നു. നേരത്തെ കണ്ടിന്യൂ, ഇപ്പൊ ഉറങ്ങിയിരുന്നില്ല. ഞാൻ ചെല്ലുമ്പോൾ അതായിരുന്നു. നമ്മൾ നേരത്തെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ കയറി ചെന്നു. അപ്പൊ എന്ത് ചെയ്തു? അവര് TV കാണുകയാണ് എല്ലാം കൂടി. അപ്പൊ നമുക്ക് പറയാം they were watching television. യെസ്. നമ്മ അവിടെ ചെല്ലുമ്പോൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറയും? they were drinking tea. അതിന്റെ അർത്ഥം ഇപ്പൊ നടക്കണമെന്നല്ല, നേരത്തെ അതാണ് നടന്നുകൊണ്ടിരുന്നതെന്നാണ്. നേരത്തെ അതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. യെസ്.
പിടിയില്ലേ? സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ അതിന്റെ കൂടെ ഒരു ing. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ്. യെസ്, മിന്നു സുരേഷ്. Yes, sir. ഓക്കെ, Yes, sir. നേരത്തെ ചെയ്ത് കഴിഞ്ഞ എന്തെങ്കിലും സംഭവങ്ങൾ, അതായത് പറയാൻ പറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ Okay. സിമ്പിൾ പാസ്റ്റ് സാധനമില്ല, അതിൽ നിന്ന് നമുക്ക് ഇന്ന് എടുക്കാം. നോക്കിയേ, ഐ വാസ് ടേക്കിംഗ് ബാത്ത്, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന്റെ കൂടെ വേറെ സെന്റൻസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോഴാണ് മറ്റേ ഫോൺ വിളിച്ചത്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വാസ് കുക്കിംഗ് ഫുഡ് വെൻ മൈ ഹസ്ബൻഡ് കെയിം, എന്റെ ഭർത്താവ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഭക്ഷണം പാചകമുണ്ടാക്കിയായിരുന്നു. അങ്ങനെ സബ്ജക്റ്റ് വേണം, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ വേണം, പിന്നെ വെർബ് വേണം, പിന്നെ ing വേണം. ഓക്കെ, I was listening to music when you knocked. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ വിളിച്ചപ്പോൾ, മുട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു, മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. The dog was barking the last night. യെസ്, ദ ലോഗ് വാസ് ബാർക്കിംഗ് ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ പട്ടി കുരച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് ഈ വാസിനും വേറിനുള്ളത്. ഈസിനും ആമിനും മാത്രമുള്ളത് ആകുന്നു എന്നാണ്. ഒന്ന് ആകുന്നു, മറ്റേതായിരുന്നു. ഇത് മനസ്സിൽ വിചാരിച്ചാൽ പറഞ്ഞാൽ മതി. അടുത്തത് The sun was shining brightly in the afternoon. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് ലെവലിലോട്ടാണ് വീണ്ടും പോകണം നോക്കി. സൂര്യൻ ആഫ്റ്റർനൂണിന് ശേഷം നന്നായിട്ട് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ആ സൺ എന്ന് പറഞ്ഞപ്പോഴേ യെസ് ഓയിൽ സൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തമാശക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. Okay. Okay, sir. തമാശക്ക്. From the sun you come out, I go in. What is the result? From the sun you come out, I go in. What is the result? എന്താ സാർ മനസ്സിലായില്ല? ഒന്നും പറയൂല, ഇത് ഇത്ര ഉള്ളൂ. ഇത്ര പറയുമ്പോൾ പറയാം. ഇതൊരു നമ്മുടെ ഈ കടങ്കഥ പോലെയൊക്കെ ചോദിക്കുന്നവരെ. From the sun you come out, I go in. From the sun You come out, okay. I go in. അറിയില്ല സാർ. അറിയില്ല. ഓക്കെ. എനിപ്പടി ഞാനിപ്പോ ഈ സൺ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിള്ളേരെ പറ്റിക്കാൻ ഉപയോഗിക്കാം. ആ സൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ SUN സൺ എന്ന് വിചാരിക്കും. SUN സൺ. അതിന്റെ അകത്തുനിന്ന് യു ഔട്ട് ആക്കണം. ഞാൻ ആ യു എന്ന് ഉദ്ദേശിക്കുമ്പോൾ മിന്നുടെ നേരെ കയ്യിലുണ്ട്. അപ്പൊ മിന്നു എന്ന് വിചാരിക്കും, മിന്നു ഏതാണ് ഉദ്ദേശിച്ചത്? SUN ആ യു ആണ്. ആ യുവിന് എന്ത് ചെയ്യണം? ഔട്ട് ആക്കണം. From the sun you out. Okay. പിന്നെ അവിടെ എന്തുണ്ട്? എസ് ഉണ്ട്, എന്നും ഉണ്ട് അല്ലേ? Okay. ഐ ഇൻ, യുവിന്റെ സ്ഥലത്ത് ഐ വരെയാണ്. അപ്പൊ എന്തായി? സിന്നാവും. സൈൻ. അപ്പൊ അത് സിന്നായി. മനസ്സിലായില്ലേ? വാട്ട് ഈസ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഓഫ് എ കൗ ചോദിക്കാറില്ലേ തമാശക്ക്? ഓക്കെ സർ. എന്താണ് അതിന്റെ ആൻസർ? എന്താണ്? What is in the front of a woman and the back of a cow? അത് ആൽഫബറ്റിലെ അല്ലേ സർ? അത് തന്നെ, W ആണ്. That is called W. Yes. Okay. അതിന്റെ അകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് from the sun you come out, I go in. Okay, continue. പിന്നെ she was cooking when her friend arrived. Very good. She was cooking when her friend arrived. പിന്നെ I was writing a letter when the light went out. Okay, very good. I was writing a letter when the light went out. ഇത്ര എഴുതിയിട്ടുള്ളൂ സാർ.
വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇത് മുഴുവൻ മെഡിക്കൽ ഐറ്റംസ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശുഭ Sir, പറയൂ. ഫാസ്റ്റ് കണ്ടിന്യൂസ് 2-3 എക്സാമ്പിൾസ് പറയും. ലൈവായിട്ടുള്ളതോ അല്ലെങ്കിൽ അവിടെ ഇത് കാണുന്നതോ എന്ത് തുടങ്ങി കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്നാളൊക്കെ ആയിട്ട് ശുഭ ചെയ്ത കാര്യങ്ങൾ എടുത്താലും കറക്റ്റാണ്. he was smiling while I was telling I love you. യെസ്, വെരി ഗുഡ്. I was cooking dinner when the current went out. ഓക്കെ ഓക്കെ, അത് ഏതാണ്ട് ആ മോഡലെല്ലാം വന്നു. കുക്കിംഗ് എന്നുള്ളതിന് പകരം റൈറ്റിംഗ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് പറഞ്ഞു. കണ്ടിന്യൂ. The children were shouting when the teacher entered the classroom. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ല സെൻസ്. They were waiting for the bus when the sudden hartal happened. വെരി ഗുഡ് വെരി ഗുഡ്. I was reading when the phone is rang. യെസ്, when the phone rang. Okay. We were singing karaoke while my friends were dancing. യെസ്. ഓ, നല്ല കാര്യം. അത് വെണ്ണുള്ള പകരം വൈൽ വീഴും. വൈൽ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം ഇടയ്ക്കുന്നാണ്. അവര് ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കരോക്കെ പാടുകയായിരുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ശുഭ, വെരി ഗുഡ്. രാജലക്ഷ്മി. Sir, യെസ്, രാജലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്നത് പോലത്തെ ഫാസ്റ്റ് കണ്ടിന്യൂസിന്റെ എക്സാമ്പിൾ. I was cooking when you called me. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. They went to temple when I reached their home. ഒരു ചെറിയ മിസ്റ്റേക്ക് എന്റെ അത് വേണ്ടി ING ചേർത്തില്ല. Okay, sir. Sorry, reaching their home. ആ, അപ്പൊ they were going to temple എന്നാക്കിയ കറക്റ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂ. It was very hot when I cooking. യെസ്, when I cooked. It was very hot when I cooked. അത് കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് കണ്ടിന്യൂസ് ആവില്ല, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, കണ്ടിന്യൂ. അടുത്ത പറഞ്ഞു. The girls were very tired when the badminton game practicing. പ്രാക്ടീസ്. ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ING വന്നിട്ടുണ്ട് ലക്ഷ്മി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സെന്റൻസ് വളരെ കറക്റ്റ് ആണ്. അന്ന കുര്യൻ പറഞ്ഞോളൂ. മെഡിക്കൽ ഐറ്റംസ് പോലെ അന്നയുടെ അടുത്ത് എപ്പോഴും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. Yes. I was talking to my friend when she came. Okay, I was talking to my son when she came. Correct. The stars were blinking at night. Yes. He was teaching me when he arrived. Okay, okay, okay. We were going for a trip while they are much happy. Yes. Very Very good, very good, very good. Okay, Anna, very good, very good. Subida. Yes, sir. Subida, can I items? I was eating my food when the phone rang. Very good. I was going to shopping. I watched my friend. Yes, when I watched my friend. When I met my friend, better. She was walking a long journey. Yes. Okay, 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 okay. I was teaching my son for LSS examination. Oh, very good. I was teaching my son for LSS examination. Correct. The sunshine was very bright. അത് സംഗതി കറക്റ്റാണ്. കണ്ടിന്യൂസ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ഒരു സ്ഥലത്ത് ING ഇട്ടിട്ടില്ല. സെന്റൻസ് കറക്റ്റാണ്. നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ നമുക്ക് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത് ചുരുക്കി പറയാണ്. നമ്മളിപ്പോ 5 ടെൻസ് ആണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്,
simple past, subject plus verb in the past tense, simple future, subject plus will English and verb in the past tense, present continuous, subject plus is verb plus ing, past continuous, subject plus was verb plus ing. അല്ലാതെ മെനക്കെട്ടിൽ മനസ്സിലാക്കി വെച്ചോട്ടത് ഉപകാരത്തിലുള്ളൂ. ഇവിടെ തന്നാണ് ഇനി നമ്മൾ അടുത്ത റിപ്പോർട്ട് സ്പീച്ച് നോക്കുമ്പോഴും പാസീവ് വോയിസ് നോക്കുമ്പോഴും ഈ സാധനം അറിഞ്ഞിരുന്നാൽ അവിടെ നമുക്കത് ഉപകാരത്തിലുള്ളൂ. സോ സമയമായി. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ബൈ. സാറ് മൂന്ന് Yes. ബിക്കോസ് ഒരു സെന്റൻസ് ഒന്ന് പറയുമോ? ഏ? ആ മൂന്ന് ബിക്കോസ് ഒരുമിച്ച് വന്ന സെന്റൻസ് ഒന്നും കൂടെ പറയാൻ മറന്നുപോയി. Yes, we cannot make. വേറെ പ്രയോഗം കൊണ്ട് താങ്ങാനായിരിക്കുമല്ലേ ശുഭ. സാറ് We cannot make a sentence with three because. With three because. Because is a conjunction. Because is a conjunction. Yes. Okay. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. Thank you, sir. Okay, welcome. Thank